കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ന്യൂസിലും കാര്യങ്ങളും എല്ലാം കാണുന്നത്. അധികം ന്യൂസിലോ കാര്യത്തിലോ ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കേട്ടപ്പോഴത്തേക്കും പേഴ്സണലി വളരെയധികം വിഷമം തോന്നിയ ഒരു കാര്യമാണ് 19 വയസ്സുകാരനായിട്ടുള്ള സാലെഹ് മൊഹമ്മദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറാനിയൻ പയ്യൻ. ഒരു പയ്യനെന്ന് പറയാൻ പറ്റൂ, 19 വയസ്സേ ഉള്ളൂ. 19 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ തൂക്കിലേറ്റിയിരിക്കുകയാണ്. അതായത് പബ്ലിക് പ്ലേസിൽ വെച്ച് തൂക്കിലേറ്റിയിട്ടുണ്ട്. ജനുവരി 7, 8 തീയതിയിൽ നടന്നിട്ടുള്ള ജനകീയ പ്രക്ഷോഭം, അതായത് എല്ലാവർക്കും അറിയാം. കാരണം ജനുവരി 8 and 9 ആ സമയത്ത് നടന്നിട്ടുള്ള ഇറാനിനകത്ത് ഒരുപാടധികം പ്രശ്നങ്ങൾ നടന്നു ഗവൺമെന്റിനെതിരായിട്ട്. സോ കറൻസിയുടെ വാല്യൂ കുറയുന്നത്, പിന്നെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാർ പൊറുതിമുട്ടിയിട്ട് അത് മാത്രമല്ല, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം ഒരുപാട് നാൾക്ക് ആയിട്ട് അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകൾ വളരെയധികം വർഷങ്ങളായിട്ട് ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. സോ ഇത്തവണ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെതിരെ ചാർജ് ചെയ്തേക്കുന്ന കുറ്റമെന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ട് ഇവർ ചെന്ന് പ്രക്ഷോഭത്തിനിടയിൽ ഒരു പോലീസ് ഓഫീസർ മരിച്ചു, അത് ഇവര് കാരണത്താൽ ആണെന്നാണ് പറഞ്ഞിട്ടാണ് ഈ 3 പേരെയാണ് പിടിച്ചത്. അതിൽ ഈ പയ്യൻ എന്ന് പറയുന്നത് ഗുസ്തി ചാമ്പ്യനാണ്. രാജ്യത്തിന് വേണ്ടി മെഡൽ വരെ നേടിയ, 19ാമത്തെ വയസ്സിൽ മെഡൽ നേടിയ ഒരു ചാമ്പ്യനാണ് ഈ സാലെഹ് മൊഹമ്മദി എന്ന് പറയുന്നത്. അപ്പം ഈ ചെറുപ്പക്കാരനെയാണ് ഇവർ പിടിച്ചുകൊണ്ടുപോയി ഒരു അഡ്വക്കേറ്റിനെ പോലും വെക്കാൻ സമ്മതിച്ചില്ല. ഒരു അഡ്വക്കേറ്റിനെ പോലും വെക്കാതെ ഇവര് ഒരു കോർട്ടിൽ കൊണ്ടുപോയി. ആ കോർട്ടിൽ ഒബ്വിയസ്ലി ലൈക്ക് അണ്ടർ റിലീജിയസ് ബേസിസിലാണ് ഇതെല്ലാം റൺ ചെയ്യുന്നത്. അതിനെതിരെയാണ് ജനങ്ങൾ പ്രക്ഷോഭിക്കുന്നത്. സോ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെക്കനെ ഒരു ഒരു ലീഗലി ഫൈറ്റ് ചെയ്യാനുള്ള അവരുടെ ഇന്നസെൻസ് തെളിയിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ഇവര് ദൈവത്തിനെതിരായിട്ടുള്ള പൊരുതൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള തെറ്റ് ചെയ്തു എന്നുള്ള ന്യായം പറഞ്ഞ് കോർട്ടിൽ വരുമ്പോഴും ഈ പയ്യൻ പറയുന്നുണ്ടായിരുന്നു, എന്നെ സഹിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഈ ടോർച്ചർ ചെയ്തിട്ടാണ് ഞാൻ ഈ കുറ്റം സമ്മതിച്ചത് എന്ന് കോർട്ടിൽ വരുമ്പോൾ ഈ പയ്യൻ പറയുകയാണ്. പക്ഷെ അതൊന്നും ചെവിക്കൊണ്ടില്ല. അതിന് അവര് കേൾക്കാനും തയ്യാറായില്ല. അതിനൊരു അവസരം കൊടുക്കാനോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലോഞ്ച് ചെയ്യാനോ ഒന്നും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. സോ അങ്ങനെ ആ പയ്യനെ അവസാനം ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ച് ഇവര് 3 ചെറുപ്പക്കാരെ അവര് തൂക്കിലേറ്റി. വളരെയധികം നമുക്ക് വിഷമം തോന്നുന്ന ഒരുപാട്, എനിക്ക് പേഴ്സണലി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം ഇറാനിലുള്ള ഒരുപാട് അധികം ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് സഹിച്ചു. കാരണം നമ്മൾ ഒരു ഒപ്രസ്ഡ് ലാൻഡിൽ നിൽക്കുമ്പോഴേ നമുക്ക് ഈ പറയുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാവും. ഇവിടെ ഇരുന്നിട്ട് ആൾക്കാർ ഇതിനു വേണ്ടി ഈ ഇറാനിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശബ്ദം ഉയർത്തി പറയാൻ, ഇപ്പോൾ ഗവൺമെന്റ് തെറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല. അതിന് ഇതെന്ന് പറയുന്നത് മരണമാണ്. ആയിരക്കണക്കിന് ജനുവരി 7-ാം തീയതി 8-ാം തീയതി നടന്ന പ്രക്ഷോഭത്തിൽ മരിച്ച ആൾക്കാരെന്ന് പറയുന്നത് ഏകദേശം 15,000 മുതൽ 13,000 ആൾക്കാർ വരെ ഈ 2 ദിവസങ്ങളിൽ മരിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ ഭരണകൂടം ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഇത് ചെയ്തോ, അഴിമതി ചെയ്തോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സാമ്പത്തികം വാങ്ങി വന്നിട്ട് നമ്മൾ പ്രക്ഷോഭമായിട്ട് തെരുവിൽ ഇറങ്ങുന്നു, ജോലിയില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു. അതിന് തിരിച്ചു കിട്ടുന്നത് വെടിയുണ്ടകളാണെങ്കിൽ ആലോചിച്ച് നോക്കി. വെടികൊണ്ട് റോഡിൽ കിടക്കേണ്ട അവസ്ഥ എന്നുള്ള സിറ്റുവേഷൻ ആലോചിച്ചു. സോ ദാറ്റ് ഈസ് നോട്ട്, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു ഗവൺമെന്റോ ഡെമോക്രസിയോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് എപ്പോഴും ഒരു ഏകാധിപതിയുടെ ഒരു ഭരണത്തിന്റെ ഒരു ഇതാണ്. അതിനുള്ള ഒരു കർമ്മഫലമാണ് ഇപ്പം പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇത്രയധികം നിരപരാധിയായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു തിരിച്ചടി എന്തായിരുന്നാലും എല്ലാവർക്കും കിട്ടും. എത്രയോ പേര് ഇതിനകത്ത് ഇരുന്നിട്ട് പ്രക്ഷോഭത്തിനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ കുറ്റം പറയുന്ന എത്ര പേരുണ്ടെന്നറിയാം. അവർക്ക് സഹി കെട്ടിട്ടാണ് അവരത് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ നീ ഇന്നത് ഇട്ടേ പുറത്തിറങ്ങാവൂ, അല്ലെങ്കിൽ നീ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല, നീ ഇതേ പറയാവൂ, നീ ഇതേ ചെയ്യാവൂ, നീ ഇതുവരെ പഠിച്ചാൽ മതി, നീ ഇതുവരെ ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾമേൽ എന്ന് വെച്ചാൽ നമ്മൾ പീപ്പിൾ വിൽ മേക്ക് us ഫീൽ ലൈക്ക് നമ്മൾ ഏതാണ്ട് അടിമകളെ പോലെ നമുക്ക് തന്നെ തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം ഇത്രയും അധികം സ്വാതന്ത്ര്യം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ. ബാക്കി ആർക്കും, വേറെ മിഡിൽ ഈസ്റ്റിലാണ് എല്ലാവരും ചെന്നിരുന്നിട്ട് അവിടെ മിഡിൽ ഈസ്റ്റിൽ ദുബായി ചെന്ന് അവിടെ സേഫ് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കാണാറുണ്ട് സ്ഥിരം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരയ്ക്കുന്ന വരയിൽ അവിടെ പോയി നിന്നോണം.
അവിടെ ഗവൺമെന്റിനെതിരായിട്ട് എല്ലാം 100% ചെയ്യുന്ന ഗവൺമെന്റും കാര്യങ്ങളൊന്നും ഇന്നുവരെ ഈ ലോകത്തില്ല. അങ്ങനെ ഉണ്ടെന്ന് ആരും പറയാൻ വേണ്ട. കമന്റ് ബോക്സിനകത്തൊന്നും ആരും ഇതിനകത്ത് കിടന്ന് ഇത് ചെയ്യാൻ വേണ്ട. കാരണം ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അപ്പം പിടിച്ചകത്തിടും. അങ്ങനെയുള്ള രാജ്യമാണത്. അപ്പം ഭരണാധികാരിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് അവര് സ്പോട്ടിൽ തൂക്കിയെടുത്ത് അകത്തിടും. അപ്പൊ അങ്ങനെയുള്ള നാട്ടിലൊക്കെയാണ് ഇവർ ചെന്ന് ജീവിച്ചിട്ട് നമ്മുടെ നാടിനെ കുറ്റം പറയുന്നത്. നമ്മുടെ നാട് സത്യം പറഞ്ഞാൽ ഒരു പൗരന് സിറ്റിസണിന് കൊടുക്കേണ്ട എല്ലാ വിലയും കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഈ പറയുന്ന ഈ മോദി ഗവൺമെന്റിനെയും BJP ഒക്കെ ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാവരെയും, ഇപ്പൊ കോൺഗ്രസിനെ ആണെങ്കിലും ഇപ്പം ലീഗ് ആണെങ്കിലും എല്ലാവരെയും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിയും തിരിഞ്ഞും ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ സൈബർ ഇത് നടക്കുന്നതും ഇതെല്ലാം നടക്കുന്ന ഈ സംഘികൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ ഉള്ള ആൾക്കാരാണ്. അവരെയൊക്കെ ഇത്രയും അധികം ഓപ്പൺ ആയിട്ട് എന്താണ് ഇവരെ വെച്ച് മോദിയെ വെച്ച് മീം ഉണ്ടാക്കുക, ഡാൻസ് കളിക്കുന്ന രീതിയിൽ ഇത് ചെയ്യുക, അത് ചെയ്യുക. ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ഇത് നിങ്ങൾ ദുബായിൽ ചെന്നാൽ നടക്കുമോ? ഇത് ഖത്തറിൽ പോയാൽ നടക്കും, ഇത് ഇറാനിൽ പോയാൽ നടക്കുമോ? തല കാണൂല. അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഐ ആം പേഴ്സണലി പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എൻ ഇന്ത്യൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം എൻ്റെ പ്രൈം മിനിസ്റ്ററോ നമ്മുടെ പ്രസിഡന്റോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഓപ്പണായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. അത് മറ്റു പല രാജ്യങ്ങളിലും 19 വയസ്സുള്ള ഒരു പയ്യന് ഒരു ട്രയൽ പോലും എന്ന് വെച്ചാൽ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ജനമധ്യത്തിൽ കൊണ്ടുപോയി ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോയി തൂക്കിലേറ്റി എന്ന് പറയുമ്പോൾ ഒരു ഭരണകൂടത്തിനെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങി എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് ഇറാനിൽ ഇപ്പം അവര് ഏകദേശം 30-35,000 പേരെ ഈ ജനുവരി 7-8 തീയതികളിൽ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ നാട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പുറമെ അറിയുന്നില്ല. പാലസ്തീനിലെ ഗാസയില് ഇവിടെ മരിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇതിന് എന്താണ് റാലി വെക്കുകയും പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇറാനിൽ മരിച്ച ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാനോ ഇപ്പം എന്താണ് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഹോസ്പിറ്റലിൽ വീണ് അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം മരിച്ചത്. ഞാൻ ആരും ഇതിന് സംസാരിച്ചത് കണ്ടിട്ടില്ല. ഇതിനെതിരെ സംസാരിക്കുന്നതോ ഇപ്പം താലിബാനിലെ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ സ്ത്രീകൾ എല്ലാ മേഖലയിലും അമേരിക്ക ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ മേഖലയിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. എല്ലാ മേഖലയിലും. ഇപ്പം അതില്ല. ഇപ്പം അവരുടെ ജീവിതം എന്താണെന്നോ അവര് എല്ലാവരും ഏത് ലെവലിലാണ് അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളെന്ന് പുറമെ ഒരു വിവരവും ഇല്ല. ബിക്കോസ് അത് കംപ്ലീറ്റ്ലി സീൽഡായി. അമേരിക്കയിൽ പോയതോടെ അവിടെ വുമൻസ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലാതായി. ഒരു ഫെമിനിസ്റ്റ് പോലും അതിനു വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഒരു പൊതുമധ്യത്തിൽ വന്ന ഒരു സ്ഥലത്ത് എന്താണ് വർക്ക് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. മീഡിയയിൽ വരെ വർക്ക് ചെയ്തിരുന്നതും മോഡലിംഗ് ചെയ്തിരുന്നതും ഈ പബ്ലിക്കായിട്ട് സ്ത്രീകളുടെ പരസ്യം മുട്ടിച്ചിരുന്നത് വരെ അവർ റിമൂവ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അവര് അധികാരത്തിൽ വന്നപ്പോൾ. ഇതിനു വേണ്ടി ഒന്നും സംസാരിക്കാനൊന്നും ഇപ്പോഴും ആരുമില്ല. എല്ലാം ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡാണെന്ന് വെച്ചാൽ ഒരു 1000 പേര് ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അതങ്ങ് ഒരു സ്റ്റാറ്റസ് ഇടും, ഒരു ട്രെൻഡ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ മേളിലോ രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മനുഷ്യനെ ഒരു യഥാർത്ഥ ഒരു മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറായിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമുക്ക് ചിന്തിച്ച് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് നമുക്കൊരു എന്താണ് നമ്മൾ അവരോട്ട് സിമ്പതൈസ് എങ്കിലും ചെയ്യണം. അത് മനസ്സുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നും. ബാക്കിയുള്ളവരെല്ലാം ഇൻസ്റ്റഗ്രാമിൽ കയറി ഇറ്റ് ഈസ് കൂൾ നമ്മൾ കൂളാവാൻ വേണ്ടി 2 സ്റ്റാറ്റസ് ഇടുന്നവരായിരിക്കും. അപ്പൊ അതില് ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 19 വയസ്സായ ഒരു ചെറുപ്പക്കാരന്റെ ഒരു രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിച്ച ഒരു ചെറുപ്പക്കാരനെ ഇതുപോലൊരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് പുള്ളി പറഞ്ഞിട്ട് പോലും എന്ന് വെച്ചാൽ എന്നെ തല്ലിപ്പഠിപ്പിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് പോലും പൊതുമതത്തിൽ കൊണ്ടുവന്ന് തൂക്കിലേറ്റിയ നാട്ടിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു ഇത് എല്ലാവരുടെ അതൊരു മെസ്സേജാണ്. ബി പ്രൗഡ് ഓഫ് വെയർ യു കം ഫ്രം. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതിനോട് ലൈക്ക് യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. എല്ലാവരും അത് അങ്ങനെ തന്നെ പറയണം. മറ്റുള്ള നാടുകൾ പല കാര്യങ്ങളും ഓഫർ ചെയ്യുമായിരിക്കും, പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തും ചെയ്യാനും എന്തും പ്രവർത്തിക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്ന ഒരു വളരെ വലിയ കാര്യമാണ്. അതില്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എന്തും സഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിലേക്കാളും ഈ പട്ടിയെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഒരു കൂട്ടിനകത്ത്
ഒരു ഒരു യജമാനൻ പറയുന്നത് കേട്ട്, കാരണം ഒരു പട്ടിയുടെ അവസ്ഥയാണല്ലോ അത്. അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും മനുഷ്യനൊരിക്കലും അങ്ങനെ ജീവിക്കാനുള്ള ഒരിക്കലും ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. കാരണം പഴയ രാജാക്കന്മാരുടെ ഇതെന്താണോ അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. മിണ്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് കൊന്നു കളയുകയാണ്. എന്ത് പറയാനൊക്കെ. സോ എനിവേയ്സ് അത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ടുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ലൈക്ക് നമുക്കെന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിലൊന്നും ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല. സോ എനിവേയ്സ് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്, ബാക്കി വാർ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ ഉടൻ തന്നെ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ് ടു ചാനൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.